അപ്പോൾ ഉമ്മൻചാണ്ടി വളരെ പോപ്പുലർ ആകുന്നു, ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് പ്രിയങ്കരനാകുന്നു എന്ന് വന്നപ്പോൾ പ്രതിപക്ഷം മനസ്സിലാക്കി ഉമ്മൻചാണ്ടിയെ തകർത്താലല്ലാതെ UDF-നെ തകർക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെട്ടിത്തം അതായിരിക്കും അല്ലേ, ആ കമ്മീഷൻ നിയോഗിച്ചതാവാം. ആരന്വേഷിച്ചാൽ എന്താ, സത്യമല്ല തെളിയുന്ന പുള്ളിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പുള്ളി അത് തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അത് പലപ്പോഴും ആ വിശ്വാസം പുള്ളിയെ സഹായിച്ചിട്ടുമുണ്ട്. ആ മനുഷ്യനോട് കാണിച്ചത് അനീതിയാണ് എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കറിയാം. പക്ഷേ അനീതി കാണിച്ചവർക്കെതിരെ ഒന്നുമില്ല, ഒരു നടപടിയും. അവ മൊത്തത്തിൽ ഇതൊരു കള്ളക്കേസായിരുന്നു എന്നാണ്, ഒരു പൊളിറ്റിക്കൽ മോട്ടിവേഷനോട് കൂടിയുള്ള. അതെ, ഒരു കള്ളക്കേസായിട്ടാണല്ലോ ഇത് വളർന്നു വന്നത്. പിന്നീടും പുള്ളി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഒരാളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയനായിപ്പോയി. ഗണേശനായിരിക്കും. ഗണേശനല്ല, ഗണേശനാണെന്ന് ഞാനും കരുതിയത്. അത് ഈ കഥാനായിക തന്നെ. ആ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയാണ് ഈ സ്ത്രീ ശ്രമിച്ചതെന്നുള്ള കാര്യം എന്തുകൊണ്ട് കമ്മീഷൻ കാണാതെ പോയി? നമസ്കാരം. കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരെ, അല്ലെങ്കിൽ ഏറ്റവും മാനുഷിക മുഖമുള്ള മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ: ഉമ്മൻചാണ്ടി. യശസ്വിനായ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികമാണ് ഇന്ന്. ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 1 വർഷം തികയുമ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നു. മറ്റാരുമല്ല, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ജോൺ മുണ്ടക്കയം. ജോൺ മുണ്ടക്കയത്തിൻ്റെ സോളാർ വിശേഷങ്ങൾ എന്ന പുസ്തകം വരും ദിവസങ്ങളിൽ ഇറങ്ങുകയാണ്. ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. നമസ്കാരം. ഈ സോളാർ വിശേഷങ്ങൾ തന്നെ എനിക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ അങ്ങയുടെ ബന്ധം നന്നായിട്ട് എല്ലാവർക്കും അറിയാം. നമുക്ക് ആദ്യം സോളാർ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം ഞാൻ ചോദിക്കാം, ഈ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പേര് വന്നത്? സോളാർ ഒരു ബ്രാക്കറ്റിലൊക്കെ ഇട്ട് വിശേഷങ്ങൾ കൊടുക്കാനുള്ള കാരണം എന്താണ്? അതിനുള്ള പ്രധാന കാരണം പല തലക്കെട്ടുകളും ആലോചിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു കൗതുകമുള്ളൊരു ശ്രദ്ധേയമായൊരു തലക്കെട്ട് വേണമെന്ന് കരുതിയപ്പം ഞാൻ വിചാരിച്ചു സോളാർ വിശേഷം എന്നുള്ള വാക്ക് വന്നപ്പം ബി ബ്രാക്കറ്റിൽ. അപ്പോൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സോളാറിന് ശേഷം എന്ന രണ്ടർത്ഥത്തിലുള്ള ഒരു തലക്കെട്ടാണ്. അപ്പം ഇതിനകത്ത് സോളാറിന് കാലത്ത് നടന്ന കാര്യങ്ങളും അതിനുശേഷം അതിൻ്റെ ഒരു പരിണിത ഫലവും രണ്ടും ഇതിനകത്ത് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കും. എന്നായി പുസ്തകം റിലീസ് ചെയ്യാൻ പോകുന്നത്? 19-ാം തീയതി വെള്ളിയാഴ്ച റിലീസ് ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് ശശി തരൂർ MP. തരൂരാണ്. എവിടെയാണ്? നമ്മുടെ അയ്യങ്കാളി ഹാളിൽ അല്ല, ഈ നിയമസഭാ മന്ദിരത്തിൻ്റെ ഓപ്പോസിറ്റുള്ള അവിടെ വെച്ചാണ് CSI സെമിനറി ഹാൾ. ആരാ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്? അത് തൃശ്ശൂരുള്ള ഒരു സീഡ് ബുക്സ്. ഓക്കെ. അപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ പിന്നെ അവർക്ക് തന്നെ നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ. അല്ലാതെ പിന്നെ പ്രീ പബ്ലിക്കേഷൻ കഴിഞ്ഞ് കാണും? അതെല്ലാം കഴിഞ്ഞ് കാണും ഒരിക്കലല്ല. പ്രീ പബ്ലിക്കേഷൻ ഒന്നും നടത്തിയില്ല. ഓക്കെ, പെട്ടെന്നായിരുന്നു. ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം എന്താണ്? ഇത് ഈ സോളാർ കേസ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2013 മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ ഒരു 11 വർഷം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും കത്തുന്നൊരു വിഷയമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ ഈ സോളാർ സംഭവം ഉണ്ടാക്കിയ, ആ കുടുംബത്തിനുണ്ടാക്കിയ ആഘാതവും അതിൻ്റെ പരിണാമങ്ങളുമൊക്കെ ഞാൻ ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഉമ്മൻചാണ്ടിയുമായിട്ട് ഒരു 3.5 പതിറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട്. തിരുവനന്തപുരത്ത് വന്ന കാലത്തുള്ള ബന്ധമുണ്ട്. ഒരു ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഒരു വ്യക്തിത്വം എന്തുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ആകർഷിച്ചിരുന്നു. ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ നേതാവായിരിക്കെ കോൺഗ്രസ്സിലെ ഒരു ഗ്രൂപ്പ് വളർത്തുന്ന ഗ്രൂപ്പിൻ്റെ ആളായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെടുമ്പോൾ പോലും ഇത്രയേറെ ജനകീയനായ ഒരു മുഖ്യമന്ത്രി, ഇത്രയേറെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഒരു മന്ത്രി, അല്ലെങ്കിൽ ഒരു ജനകീയ നേതാവ്, ഏത് പ്രശ്നങ്ങളുമായിട്ടും എപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് സമീപിക്കാവുന്ന ഒരാൾ, ഏത് പ്രശ്നം ആയിട്ട് ചെന്നാലും അതിനൊരു പരിഹാരം കാണാനുള്ള സത്യസന്ധമായ ആത്മാർത്ഥമായ ശ്രമം, ഇതെല്ലാം ഒരു വ്യത്യസ്തമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഒരു നേതാവിന് വേണ്ട ഇത്തരത്തിലുള്ള ഗുണങ്ങൾ അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഈ സമീപകാലത്ത് അതിൻ്റെ ഒരു ഗുണവും പ്രാധാന്യവും ഒക്കെ ആളുകൾ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നേതാവ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആരോപണത്തിന് വിധേയനാവുക, അതിലെനിക്ക് ഏറ്റവും വിഷമമുണ്ടായത്, സാധാരണ രീതിയിൽ ഈ സർക്കാരുകൾ മാറുമ്പോൾ മുൻ സർക്കാരിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മന്ത്രിമാർക്കെതിരായിട്ടും ഒക്കെ അഴിമതി ആരോപണങ്ങൾ വരും. പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്ന സാമ്പത്തിക ആരോപണമായിരുന്നെങ്കിൽ അത് സാരമില്ലായിരുന്നു.
ഒരു മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾക്ക് ഇതായിട്ടൊരു ഒരു ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിയായിട്ട് പിന്നീട് വന്ന മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുക, ആ അന്വേഷണമാണ് പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു തെളിവുമില്ലാതെ പോയത്. ഇത് ചരിത്രത്തിലെ ഒരു വളരെ വളരെ ഒരു എന്താ പറയുന്ന ഒരു വളരെ ദയനീയമായ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇതാണ് എന്നെ ആ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അന്വേഷണം വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിവാദം വന്നത്, ആരാണ് അതിൻ്റെ പിന്നിൽ, അവസാനം എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണിത് പരിണമിച്ചത്, ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് വന്നത്. അതിൽ ഞാൻ പറഞ്ഞ ആ പുസ്തകത്തിലെ വിശദാംശങ്ങൾ വരുമെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങളിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു കാരണം പുസ്തകം ഇറങ്ങാൻ പോകാറല്ലോ, ആളുകൾ കാണാമല്ലോ വിശദാംശങ്ങൾ. എപ്പോഴും എന്നെ മനസ്സിലാകാത്തത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായത്. കാരണം ഉമ്മൻചാണ്ടിയെ പോലൊരു നല്ല നേതാവ്, അദ്ദേഹം ഒരിക്കലും അന്നും എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും പറയാൻ കഴിയത്തില്ല അദ്ദേഹം ഒരു ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി ഒരു സ്ത്രീയോട് പ്രകൃതിവിരുദ്ധ ബന്ധം നടത്തുന്നതൊക്കെ. ഇത് എങ്ങനെയാണ് ഇത് രൂപപ്പെട്ട് വരുന്നത്, എന്താണ് ഇതിൻ്റെ? അതെ, അത് ഞാനും അന്വേഷിച്ചത് തന്നെയാണ്. എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നുള്ളതായിരുന്നു ഞാനും അന്വേഷിച്ചത്. ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി, ഈ 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നത് വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ്. എല്ലാവർക്കും അറിയാം, രണ്ട് MLA-മാരുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പിന്നീട് അങ്ങോട്ടുള്ള മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ വലിയ ഒരു അഭിപ്രായം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കി. വികസന രംഗത്ത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ഒട്ടേറെ കാര്യങ്ങൾ, ഈ മെട്രോ റെയിൽ മുതൽ കൊച്ചി മെട്രോ റെയിൽ മുതൽ വിഴിഞ്ഞം വരെയുള്ള കുറേ പ്രോജക്റ്റുകൾ നമുക്കറിയാം. കണ്ണൂർ എയർപോർട്ട്, പിന്നെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജനകീയമായിട്ടുള്ള കോക്ലിയർ പ്ലാന്റ് ഇംപ്ലിമേഷൻ ഉൾപ്പെടെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഒരു പോളിസി തന്നെ വികസന കാര്യങ്ങളിൽ പുള്ളി റിസ്ക് എടുക്കാൻ തയ്യാറാണ്. മറ്റുള്ളവരങ്ങനെയല്ല, റിസ്ക് എടുക്കത്തില്ല. പുള്ളി റിസ്ക് എടുക്കും. 10 കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ 10 കാര്യത്തിൽ 8 കാര്യം വിജയിക്കുകയുള്ളൂ, 2 കാര്യം ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. എന്നാലും 10 കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ 8 കാര്യം നടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു നേതാവായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വികസന പദ്ധതികളൊക്കെ നടക്കുമ്പോൾ തന്നെ വളരെയേറെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ, പിന്നെ പൊതുജനസമ്പർക്ക പരിപാടിയും മറ്റുമൊക്കെ എല്ലാ ജില്ലകളിലും നടത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മണിക്കൂറുകൾ നിന്ന് ജനങ്ങളായിട്ട് അങ്ങ് താതാത്മ്യം പ്രാപിച്ച ഒരു നേതാവ്. അപ്പോൾ ഉമ്മൻചാണ്ടി വളരെ പോപ്പുലർ ആകുന്നു, ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് പ്രിയങ്കരനാകുന്നു എന്ന് വന്നപ്പോൾ പ്രതിപക്ഷം മനസ്സിലാക്കി ഉമ്മൻചാണ്ടിയെ തകർത്താലല്ലാതെ UDF തകർക്കാൻ പറ്റില്ല, UDF തകർത്താലല്ലാതെ ഈ അടുത്ത ഭരണത്തിൽ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ഉമ്മൻചാണ്ടിയെ തകർക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചപ്പോഴാണ് വളരെ സൗകര്യമായിട്ട് ഈ സോളാർ വിവാദം വീണ് കിട്ടിയത്. അതിനകത്ത് പലർക്കും അറിയാവുന്നതുപോലെ ഭരണപക്ഷത്തുള്ള ചിലരുടെ സഹായങ്ങളും ഈ പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്. അവിടെ അധികാരം നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ അധികാരം കസേരകൾക്ക് വേണ്ടി കാത്തിരുന്നതോ ആയിട്ടുള്ള ആളുകൾ ഈ പ്രതിപക്ഷവുമായിട്ട് ചേർന്ന് ഇതിനുള്ള അരങ്ങൊരുക്കി. അങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ട് വന്ന സ്ത്രീയെ വിവാദ നായികയായിട്ട് മാറ്റി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലും വീട്ടിലും നിത്യസന്ദർശകയാണെന്ന് പറഞ്ഞ് 10,000 കോടി രൂപയിൽ പരം രൂപയുടെ അഴിമതി നടത്താനുള്ള അരങ്ങൊരുങ്ങി, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഖജനാവിനുണ്ടായി എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ ശക്തമായിട്ട് നടത്തി ഉമ്മൻചാണ്ടിയെ ശരിക്ക് പറഞ്ഞ ഒരു പിന്നെ മുൾക്കിരീടം ചൂടിക്കുകയാണ് ചെയ്തത്. അത് ഉമ്മൻചാണ്ടിയെ തകർക്കുക എന്നുള്ള വ്യക്തമായ ഉദ്ദേശമുണ്ട്. അതിനകത്ത് രണ്ടാമത് പറയാവുന്നൊരു കാര്യം, ആദ്യം സാമ്പത്തിക ആരോപണമാണ് കൊണ്ടുവന്നത്. സാമ്പത്തിക ആരോപണം തെളിയുന്നില്ല എന്ന് വന്നപ്പോൾ, കാരണം സർക്കാരിന് ഒരു ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും പോയിട്ടില്ല, അഴിമതിയായിട്ടൊരു എന്തെങ്കിലും അഴിമതി തെളിഞ്ഞിട്ടില്ല. ഈ സാഹചര്യം വന്നപ്പോഴേ പോലീസിൻ്റെ അന്വേഷണങ്ങളിലൊക്കെ ഒരു തെളിവില്ലാതെ വന്നപ്പോൾ രണ്ടാമത് വന്നതാണ് ഈ ലൈംഗിക ആരോപണം. അത് ആരോപണ വിധേയ സ്ത്രീയുടെ കയ്യിൽ നിന്നൊരു പരാതി എഴുതി വാങ്ങിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് CBIക്ക് അന്വേഷണം വിടുന്നു. CBIയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ഇതിനകത്ത് തെളിവൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നടന്നു എന്ന് ഒരു കേന്ദ്ര ഏജൻസി ആദ്യമായിട്ട് പറഞ്ഞു. ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചിലരുടെ പേരുകളും പറഞ്ഞു. ഇത്രയുമൊക്കെ വന്നിട്ടും ഇതിനെക്കുറിച്ചൊരു അന്വേഷണവുമില്ല. മുൻ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്ത്രീപീഡന കേസ് വരുന്നു, അഴിമതി വരുന്നു, ഇതെല്ലാം തെളിവുകളില്ല എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കുറ്റം ചെയ്താൽ അതിനകത്ത് ഒരു കുറ്റവാളി ഉണ്ടാവണമല്ലോ. ഇവിടെ ഒരു കുറ്റം ചെയ്തിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊരു ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയിൽ രാഷ്ട്രീയ നേതാക്കൾ പലരും പങ്കാളികളാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ പങ്കാളികളുടെ CBI ഏജൻസി പോലത്തെ പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഇങ്ങനൊരു തെളിവ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് മാത്രം ഒരു അന്വേഷണം ഇല്ലാത്തത് എന്നുള്ള ഒരു ചോദ്യവും ഇവിടെ പ്രസക്തം. ഈ CPIM പിണറായി വിജയൻ അല്ലെങ്കിൽ CPM ഇതിന് മുൻകൈ എടുത്തു, ഗൂഢാലോചന നടത്തി നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മൻചാണ്ടിയുടെ പോപ്പുലാരിറ്റിയെ ഭയപ്പെടുന്നു. പക്ഷേ ആ ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയാണ്.
ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പോലീസാണ് പലപ്പോഴും ആവശ്യമില്ലാത്ത കേസുകൾ എടുത്തത്, ജോപ്പനെ അറസ്റ്റ് ചെയ്തത്. ഉമ്മൻചാണ്ടിക്കെതിരെ പിന്നെ ഉമ്മൻചാണ്ടി തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്, മറ്റേ കമ്മീഷനെ. അതൊക്കെ ഇപ്പം പിണറായി ആണെങ്കിൽ അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആരോപണത്തിനെതിരെ അല്ല അന്വേഷണം, ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. ഇത് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തൊരു വലിയ വീഴ്ചയല്ലേ സത്യത്തിൽ? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് വീഴ്ച തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി വ്യത്യസ്തനാവുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ ശരി തെറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ വ്യക്തിത്വം അങ്ങനെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ അന്വേഷണത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അറസ്റ്റിലാവത്തില്ലായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഉമ്മൻചാണ്ടി ആ അന്വേഷണത്തിൽ ഇടപെട്ടില്ല. ഏറ്റവും സത്യസന്ധനായ നല്ല ഉദ്യോഗസ്ഥനെ തന്നെ ഏൽപ്പിച്ചു. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി വന്നപ്പോഴത്തേക്ക് കണ്ടെത്തിയ ചില കാര്യങ്ങൾ, ഈ അതിനകത്ത് ആരോപണ വിധേയായ സ്ത്രീയുമായിട്ട് ആ ഓഫീസിലെ ചില ആളുകൾക്ക് പിന്നെ തുടർച്ചയായ ടെലിഫോൺ സംഭാഷണങ്ങളും അതിനപ്പുറത്തേക്കുള്ള ചില അടുപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കേസിൽ ഒരാളെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് പോലും വാസ്തവത്തിൽ ഇപ്പോഴാണ് സംഭവിക്കത്തില്ല, നടക്കത്തില്ല. അത് ഉമ്മൻചാണ്ടി ഇടപെട്ടില്ലെന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. ആരും അറിഞ്ഞില്ല, ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ടില്ല. അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാ. എന്നോട് അദ്ദേഹം പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. എന്നോട് പോലും പറഞ്ഞിട്ടില്ല. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഹേമേന്ദ്രൻ പറഞ്ഞിട്ടില്ല. ഹേമേന്ദ്രനോട് ഞാൻ ചോദിച്ചു, ഹേമേന്ദ്രൻ പറഞ്ഞു ഞാൻ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹേമേന്ദ്രൻ അന്ന് എന്നോട് പറഞ്ഞൊരു സംഗതി, അന്വേഷണ ഉദ്യോഗസ്ഥനുള്ള ഹേമേന്ദ്രനോട് പറഞ്ഞ സംഗതി ഇപ്പോൾ ഈ സമയത്താണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സംഗതി, അതിനുവേണ്ടി, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകുന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു പോലീസ് സംവിധാനമായിരുന്നു അന്ന് ഉണ്ടായിരുന്നതെന്ന് ഹേമേന്ദ്രൻ അടിവരയിട്ട് പറയുന്നു. ഹേമേന്ദ്രൻ പിന്നെ പിടികിട്ടി കാണുമല്ലോ, തിരിച്ച് പിന്നീട് പിണറായി വന്നപ്പോൾ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി ഹേമേന്ദ്രൻ മനസ്സിലായി. പിന്നെ ഹേമേന്ദ്രൻ അതിൽ അധികം കാലം അവിടെ ഇരുന്നില്ലല്ലോ. മനസ്സിലായി. അന്ന് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു വീഴ്ചയ്ക്ക് ഒരു തുടക്കം ഒരുപക്ഷെ ആ അറസ്റ്റ് ആയിരിക്കാം. അതെ, ഒരുപക്ഷെ അതെ. കാരണം അറസ്റ്റ് ഒരുപക്ഷെ ഉദ്ദേശിച്ചതിനേക്കാൾ വേറെ പ്രത്യാഘാതം ഉണ്ടാക്കി. ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലത് പിന്നെ ജോപ്പിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി അതവിടെ അവസാനിക്കേണ്ടതായിരുന്നു. ഞാനിവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് പോയില്ലേ, വല്ല പ്രശ്നമുണ്ടോ? അതുപോലെ ജോപ്പിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഒരാൾ അറസ്റ്റ് ചെയ്തു, ഒരാളൊരു പരിധി വിട്ട ഒരു ബന്ധം. ഇന്നത്തെ പോലെയല്ല, ശിവശങ്കരനെ പോലെയല്ല, ഒരു ചെറിയൊരു തെറ്റേ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൂ. വലിയ അഴിമതിയോ അല്ലെങ്കിൽ വലിയ ഈ പറയുന്ന ലൈംഗികാരോപണം പോലും ഇല്ല ജോബിനെ സംബന്ധിച്ച്. അങ്ങനെയുള്ള ഒരു ആരോപണം വന്നതിൻ്റെ പേരിൽ ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രി അത് ബാധിക്കേണ്ട കാര്യമില്ല. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും കോൺഗ്രസ് ആയതുകൊണ്ടും ഉമ്മൻചാണ്ടി ആയതുകൊണ്ടൊക്കെ സംഭവിച്ചത് അത് പുള്ളിയുടെ പതനത്തിന് വഴിയൊരുക്കി. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ CPM മാത്രം വിചാരിച്ചാലൊന്നും സംഭവിക്കത്തില്ല. ഇപ്പം കോൺഗ്രസിലും ശക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു തോന്നില്ലേ? കോൺഗ്രസ്സിലൊരു ഗൂഢാലോചന നടന്നുവെന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസ്സിൽ ആർക്കെങ്കിലുമൊക്കെ ഇതിനകത്ത് ഉമ്മൻചാണ്ടി പോയാൽ അവരൊന്നും ഈ കേസ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ഗൂഢാലോചന നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടി പോയാൽ ആ അവസരം എനിക്ക് എന്നാരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവോ എനിക്കറിയില്ല. ഞാനതിലേക്ക് തെളിവുകളില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നോട് ആ മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ആൾ എന്നോട് പറഞ്ഞത്, ഈ മല്ലേലി ശ്രീധരൻ നായരെ കാണാൻ പോയത് ഈ മന്ത്രിസഭയിലെ തന്നെ ഒരു പ്രമുഖൻ, അന്ന് മന്ത്രിയാണോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും കോൺഗ്രസിൽ തന്നെ ഒരു പ്രമുഖൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ INTUC ചന്ദ്രശേഖരനും കൂട്ടിയാണ് ഇദ്ദേഹം മല്ലേലി ശ്രീധരനെ പോയി കണ്ടിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞത്. അന്ന് പ്രൈവറ്റ് പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു ഒരാൾ കൂടെ പോയാൽ എന്നോട് പറഞ്ഞത്. അപ്പം അത്ര ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ടാവാം. ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് തെളിവില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, ഒരു പക്ഷേങ്കിൽ ഈ ഉമ്മൻചാണ്ടിയുടെ തകർച്ചയുടെ പിന്നിൽ ഗൂഢാലോചനയൊക്കെ ഉണ്ടാക്കിയതും മുന്നോട്ട് കൊണ്ടുപോയതും CPM ആണെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു പങ്കാളിത്തം നമ്മൾ വിസ്മരിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിൻ്റെ പങ്കാളിത്തമുണ്ട്, അതിലേറെ പിന്നെ ഈ ഘടകകക്ഷികളുടെ നേതാക്കളുടെ പങ്കാളിത്തം ഏറെയുണ്ട്. PC ജോർജ് വലിയ റോളാണ് PC ജോർജ് വഹിച്ചതിനകത്ത്. പിന്നെ അവസാന ഘട്ടത്തിൽ ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ബാലകൃഷ്ണപിള്ളയ്ക്ക് കുറിച്ചും ആരോപണങ്ങളുണ്ട്. അപ്പോൾ ഘടകകക്ഷി നേതാക്കളും ഇതിനകത്തൊരു വലിയ റോൾ വഹിച്ചു. അവരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല CPM-നൊന്നും ഇത്രമാത്രം ഇത് ആളിക്കത്തിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമായിരുന്നു. പിണറായിയുടെ നേട്ടം അതാണല്ലേ. ആരും പിണറായിക്കെതിരെ, മുന്നണിയിലോ പാർട്ടിയിലോ ഒന്നും ആരും പിണറായിക്കെതിരെ ശബ്ദിക്കുന്നില്ല. പിണറായി വരയ്ക്കുന്ന വരയിലൂടെ തന്നെ സഞ്ചരിക്കുന്നുള്ളതാണ് പിണറായി. അതെ. അത്തരമൊരു സാഹചര്യമായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഇത് ഒരു പക്ഷേ വലിയ ഗുണം ചെയ്തേനെ അല്ല ഈ കള്ളയാരോപണങ്ങൾ. പക്ഷേ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിൽ അങ്ങനെ പോകാനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ ഇങ്ങനത്തെ ഒരു
കേഡർ പാർട്ടിയല്ലല്ലോ. മുള്ളിരിക്കുന്ന ഒരാൾ വിചാരിക്കുന്നതനുസരിച്ച് എല്ലാം അടച്ചങ്ങ് ഭരിക്കാനൊന്നും കോൺഗ്രസ്സിൽ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് കാലത്ത് നമുക്കറിയാം, ഇപ്പം പിണറായി വിജയനെതിരായിട്ട് ഇത്രയും ആരോപണങ്ങളെല്ലാം ഉണ്ടായിട്ടും CPM-നകത്തുനിന്ന് ഒരു പരസ്യമായൊരു ശബ്ദത്തിൽ വന്നിട്ടില്ല. ചില സൂചനകൾ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. ചാനൽ ചർച്ചയിലും അല്ലാതെയും പ്രസ്താവനകളിലും ഒക്കെ ഈ ഉമ്മൻചാണ്ടിയെ തളർത്തുന്ന തരത്തിലോ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ UDF-ൻ്റെ അല്ല കോൺഗ്രസിൻ്റെയൊക്കെ ഒരു പ്രവർത്തന ശൈലിയാണ്. ഈ ഉമ്മൻചാണ്ടിയോട് പേഴ്സണൽ ബന്ധമുണ്ട് ഉള്ള വ്യക്തി എന്ന നിലയിൽ ഈ കേസ് സമയങ്ങളിൽ അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ? അങ്ങനെ ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പുള്ളി അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും ഒരു കാര്യം എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ഇത് ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. ഞാൻ അത് പിന്നെ പത്രക്കാരോടും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ഇതിനെല്ലാം തിരിച്ച് ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയുകയും ഇതെല്ലാം തിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് എഴുതേണ്ടിയും വരുമെന്ന് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വിഷമമുണ്ടായിരുന്നു ആ സമയങ്ങളിൽ പേഴ്സണലി? വിഷമമുണ്ടായിരുന്നു. പുള്ളി അത് ഭാവിക്കുന്നില്ലായിരുന്നെങ്കിൽ നമുക്കറിയാം. പുള്ളിയുടെ ബോഡി ലാംഗ്വേജിലും കാര്യങ്ങളിലുമൊക്കെ പുള്ളി വളരെ തകർന്നു പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ രോഗവും കൂടെ വന്നു. എനിക്കൊന്ന് ഈ രോഗം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെങ്കിൽ രോഗം എത്രയും വേഴ്സായത്. ഈ രോഗം ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വസ്തുതയിൽ ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണ് അപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കാനും ആളുകളുമായിട്ട് സംസർഗം തുടരാനും ഒക്കെ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വശത്തു നിന്നുള്ള ഒരു ആക്രമണം എല്ലാം കഴിഞ്ഞിട്ട് ആ സർക്കാർ നിയമിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ ഒരടിസ്ഥാനമില്ലാത്ത തരത്തിൽ ഒരു റിപ്പോർട്ട് എഴുതി ഉമ്മൻചാണ്ടിയെ കുറ്റവാളിയാക്കിക്കൊണ്ട് എഴുതുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പുസ്തകം എഴുതാൻ ആദ്യം ഒന്നും മടിച്ചതാണ്. കാരണം ഈ പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് നിർദ്ദേശിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഇതേക്കുറിച്ച് എഴുതണമെങ്കിൽ ചുമ്മാ ഒരു പുസ്തകം എഴുതുന്ന പോലെയല്ല, ഞാൻ ഈ കമ്മീഷൻ റിപ്പോർട്ട് പഠിക്കണം, ഇതേക്കുറിച്ചുള്ള പോലീസിൻ്റെ CBIയുടെ റിപ്പോർട്ടുകൾ പഠിക്കണം, പിന്നെ ജഡ്ജ്മെൻറ്റുകൾ പഠിക്കണം. 5-6 ജഡ്ജ്മെൻറ്റ് ഹൈക്കോടതിയുടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ച് ഇതെല്ലാം വെരിഫൈ ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പിൻവാങ്ങിയത്. പക്ഷേ കമ്മീഷൻ റിപ്പോർട്ട് ആദ്യം ഞാൻ വായിച്ചപ്പോൾ 1000 ചിലവാനും പേജുള്ള കമ്മീഷൻ റിപ്പോർട്ടാണ്. അത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത്രയും പൊള്ളയായ ഒരു റിപ്പോർട്ട് അതെനിക്കൊന്നും അധികം പേരൊന്നും അത് വായിച്ചിട്ടില്ല. ഇത്രയും പൊള്ളയായ ഒരു റിപ്പോർട്ട്, ഒരു തെളിവും ഈ ആരോപണങ്ങളെ സംബന്ധിച്ച്, അന്വേഷണ വിഷയങ്ങളെ സംബന്ധിച്ച് ഈ കമ്മീഷൻ അന്വേഷണം നടത്തിയിട്ടില്ല. ആകെ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഈ ലൈംഗികാരോപണം സംബന്ധിച്ചുള്ള വിഷയമാണ്. അതിനുവേണ്ടി ഈ കമ്മീഷൻ അടിസ്ഥാനമാക്കിയത് ഈ ആരോപണ വിധേയായ സ്ത്രീയുടെ ഒരൊറ്റ കത്താണ്. ആ കത്തിനെ ബേസ് ചെയ്താണ് അതിനകത്ത് 3 അധ്യായം. ഒരധ്യായം മാത്രമേ ഉള്ളൂ, അത് പോലീസിനെ കുറിച്ചുള്ളതാണ്. ഈ 3 അധ്യായം 1800 പേജ് റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുന്ന കത്തിനെ കുറിച്ചാണ്. സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലെ ജഡ്ജി ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഈ റിപ്പോർട്ട് അപ്പാടെ അങ്ങ് നള്ളിഫൈ ചെയ്തു. അതോടെ റിപ്പോർട്ടിന് പ്രസക്തി ഇല്ലാതായി. അതുവരെ തുടർന്നു വന്ന പിണറായി വിജയൻ നടത്തിയ അന്വേഷണങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതെ വന്നുപോയി. ഒരുപക്ഷെ അത്തരത്തിലുള്ള അന്നത്തെ ജഡ്ജ്മെൻറ്റും ഒക്കെ ഉണ്ടല്ലോ, കോൺഗ്രസോ UDF ഒന്നും പ്രതിപക്ഷത്തിൽ നിൽക്കുമ്പോൾ പോലും വേണ്ട തരത്തിൽ അത് പ്രചാരണം കൊടുത്തില്ല അതിന്. കാരണം അങ്ങനത്തെ ഒരു നല്ലൊരു ജഡ്ജ്മെൻറ്റാണ് അത്. എങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയും പാളിപ്പോകാം? ആ ജഡ്ജ്മെൻറ്റിനകത്ത് കമ്മീഷൻ പറയുന്നുണ്ട്, അന്വേഷണ വിഷയങ്ങൾ ഇതിനകത്ത് പഠിച്ചിട്ടില്ല, അന്വേഷണ വിഷയങ്ങളെക്കുറിച്ച് ഈ കമ്മീഷൻ അന്വേഷണം നടത്തിയിട്ടില്ല. കമ്മീഷൻ ആകെ ചെയ്ത സംഗതി ഈ വനിതയുടെ കത്ത് ബേസാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കുക, എന്നിട്ട് ആ കത്ത് തന്നെ പലതവണ ആവർത്തിക്കുക, എന്നിട്ട് ഈ പറഞ്ഞ ആരോപണങ്ങൾ പലതവണ ആവർത്തിക്കുക. അപ്പോൾ അത് ഒരു അതിരുകടന്ന് ഇതായിപ്പോയി. അത് ഉമ്മൻചാണ്ടി വെച്ച ഒരു കമ്മീഷൻ തന്നെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് വല്ലാതെ മാനസികമായിട്ട് തകർത്തുകൾ. അതെങ്ങനെ സംഭവിച്ചു? ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ പാളിച്ച് പറ്റി? ഇത്രയും ജഡ്ജിമാർ, ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് ആ പാളിച്ച് എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി, ഞാൻ മനസ്സിലാക്കിയത് ഉമ്മൻചാണ്ടി ഈ കമ്മീഷൻ വെക്കുന്ന സമയത്ത് പലരും പുള്ളിയോട്, ചിലർ ശുപാർശ ചെയ്തു, ഈ കമ്മീഷനെ വെക്കണമെന്ന് അഭിപ്രായപ്പെട്ടു, ഇങ്ങനെ നല്ല ജഡ്ജിയാന്ന് പറഞ്ഞു. പക്ഷേ ചിലർ പറഞ്ഞു ഇത് പുള്ളിക്ക് രാഷ്ട്രീയ ചായ്വുള്ള ആളാണ്, അതുകൊണ്ട് വെക്കുന്നത് അപകടമാകുമെന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞപ്പോഴേ, ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞു എന്നാണ് എന്നോട് ആൾ പറഞ്ഞത്, ആരന്വേഷിച്ചാലെന്താ, സത്യമില്ല തെളിയുമെന്നാണ്. പുള്ളിക്ക് അങ്ങനത്തെ വിശ്വാസമുണ്ട്. പുള്ളി അത് തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അത് പലപ്പോഴും ആ വിശ്വാസം പുള്ളിയെ സഹായിച്ചിട്ടുമുണ്ട്. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആരന്വേഷിച്ചാലും എനിക്കെതിരെ ഒന്നും വരാനില്ല എന്ന് പുള്ളി അന്ന് പറയുകയും ചെയ്തു. ആ വിശ്വാസത്തിലാണ് പുള്ളി വെച്ചത്. പക്ഷേ ഭരണം മാറിയപ്പോഴത്തേക്ക് ഈ കമ്മീഷൻ്റെ ആറ്റിറ്റ്യൂഡും കമ്മീഷനിൽ മൊഴി കൊടുത്തുന്നവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. കമ്മീഷൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയതാണ് പ്രധാന പ്രശ്നം. ഒരു കാര്യമില്ലാതെ അവിടെ പോയി അദ്ദേഹം ആ കമ്മീഷന് മുമ്പ് ഇരുന്നില്ല ഒരു മുഖ്യമന്ത്രി.
പിണറായി വിജയൻ ചിന്തിക്കാൻ പറ്റുമോ? ഇരിക്കുന്ന പോയിട്ട് ഒരു നോട്ടീസ് ആർക്കും കൊടുക്കാൻ പറ്റുമോ? ഇത്രയും കേസുകൾ ഉണ്ടായിട്ട് 27 മണിക്കൂർ കമ്മീഷൻ മുന്നിൽ 27 മണിക്കൂർ. പുള്ളിക്കൊന്നും വിളിക്കാനില്ലാത്തതുകൊണ്ടല്ലേ പുള്ളി പോയിരുന്നത്. വിളിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇരിക്കത്തില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിരിക്കും. ഇയാളെ വെക്കുന്നതിന്റെ പേരിൽ കോൺഗ്രസിന്റെ അകത്തോളം ഗൂഢാലോചന നടന്നു കാണുമോ? അത് ഞാൻ അന്വേഷിച്ചു, പക്ഷേ അതില്ലാന്ന് ഞാൻ കണ്ടെത്തി. സത്യമായിട്ട് പറയണമല്ലോ, അത് ഉമ്മൻചാണ്ടിയോട് ഇഷ്ടമുള്ള സ്നേഹമുള്ള ചില ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ദോഷം വരില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെ വെച്ച കമ്മീഷനാണ്. പക്ഷേ മൊത്തത്തിൽ അത് വേണ്ടത്ര ആലോചന ഇല്ലാതെ വെച്ചത്. ഈ റിട്ടയർഡ് ജഡ്ജിമാർ റിട്ടയർഡ് ജഡ്ജിമാരുടെ രാഷ്ട്രീയം ഒരുമാതിരിപ്പെട്ടവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെ. എന്നിട്ടും ഇങ്ങനെ ഇത്രയും വലിയൊരു ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെഡ്ഢിത്തം അതായിരിക്കും അല്ലേ, ആ കമ്മീഷൻ നിയോഗിച്ചതാവാം. വെഡ്ഢിത്തമാണോ എനിക്ക് ഉമ്മൻചാണ്ടിക്ക് എനിക്ക് തോന്നുന്നത് പണ്ട് തൊട്ടുള്ള ഒരു സംഗതി, ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ രാഷ്ട്രീയ വിശ്വാസത്തിലോ അല്ലെങ്കിൽ ഏത് അനുഭവമുള്ള ആളാണെങ്കിലും ഉമ്മൻചാണ്ടിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കെതിരെ ഒന്നും ചെയ്യില്ല, എനിക്കെതിരെ ഒന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം പാളിപ്പോയി. അതാണല്ലോ ഉമ്മൻചാണ്ടി അഡ്വക്കേറ്റിനോട് ഒരു ദിവസം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവരെൻ്റെ പേര് പറഞ്ഞതെന്ന്. പുള്ളിക്കത് മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ പലരുടെയും പേര് പറഞ്ഞു, എൻ്റെ പേര് പറയാൻ വേണ്ടി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുമില്ല, അവരുടെ നിലപാടും അങ്ങനെ ആയിരുന്നില്ല. അപ്പം പുള്ളി പിന്നെ വേറെ കാര്യം പറഞ്ഞു, അതെന്നോടൊന്ന് ഒരിക്കൽ പറഞ്ഞാണ്. അതായത് ഞാൻ വിശ്വസിച്ചിരുന്നത് ഒരു സ്ത്രീയെ അവരെ നമ്മൾ പീഡിപ്പിക്കാത്ത അല്ലെങ്കിൽ അവരെ നമ്മൾ ഉപദ്രവിക്കാത്ത സാഹചര്യത്തിൽ ആ സ്ത്രീ നമുക്കെതിരെ ഒരു മൊഴി കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അതിൽ പുള്ളിക്ക് തെറ്റുപറ്റി എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഉമ്മൻചാണ്ടിയുടെ കാര്യം നമ്മൾ പറയുന്നു, ഈ ബാക്കി പല നേതാക്കളുടെ പേര് വന്നു, ഇതെല്ലാം കള്ളത്തരം, അവർക്കാർക്കും ഒരു ബന്ധമില്ലായിരുന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട്. പക്ഷേ CBIയുടെ റിപ്പോർട്ടിനകത്ത് അവരെല്ലാം ക്ലിയറായി. എന്നാൽ പോലും ഒരു കാര്യമില്ലാതായിരിക്കും ഇവരുടെ എല്ലാം പേരിലേക്ക് വരുന്നതും പരാമർശം ആയിരിക്കും അല്ലേ. അപ്പം മൊത്തത്തിൽ ഇതൊരു കള്ളക്കേസായിരുന്നു എന്നാണ്, ഒരു പൊളിറ്റിക്കൽ മോട്ടിവേഷനോട് കൂടിയുള്ള. അതെ, ഒരു കള്ളക്കേസായിട്ടാണല്ലോ ഇത് വളർന്നു വന്നത്. കാരണം കള്ളക്കേസാണെന്ന് പറയാൻ കാര്യം 33 തട്ടിപ്പ് കേസിലെ പ്രതി. ഈ 33 തട്ടിപ്പ് കേസും ഇതിനകത്ത് കുറേ നിരവധി തട്ടിപ്പ് കേസ് നടക്കുന്നത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇതേ ടീം തന്നെ തട്ടിപ്പ് നടത്തി. അതിലൊരാൾക്ക് പോലും കാശ് തിരിച്ചു കൊടുത്തില്ല, ഒരു പരാതി ആർക്കും ഉണ്ടായില്ല. അന്ന് കോൺഗ്രസിൻ്റെ UDFൻ്റെ ആരും ഇതേക്കുറിച്ച് അന്വേഷിച്ചു പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് UDF വന്ന കാര്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ടീം സോളാർ എന്ന് പറഞ്ഞ് പുതിയൊരു ടീം ഇതുണ്ടാക്കി. അന്ന് ഈ സോളാർ പദ്ധതിക്ക് വലിയൊരു പ്രോത്സാഹനം കൊടുത്തിരുന്ന ഒരു സമയത്ത് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സബ്സിഡി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാലത്ത് അതിൻ്റെ കെയർ ഓഫിൽ വന്ന ഒരു തട്ടിപ്പ് വ്യാജ സംഘമായിരുന്നു ഇത്. അത് ഉമ്മൻചാണ്ടിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആദ്യം ഒന്നാണ് കരുതുന്നത്. പക്ഷേ ഈ സ്ത്രീക്ക് മന്ത്രിമാരുടെയൊക്കെ ഓഫീസിൽ വളരെ അനായാസം കടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെന്നാണല്ലോ റിപ്പോർട്ടുകൾ. ശരിയാ, അതൊരു വീഴ്ച തന്നെയാണ്. ഒരു സ്ത്രീ അതൊരു പക്ഷേ ഇവരുടെ ആ ഒരു വാചാലതയും പ്രാഗൽഭ്യവും ഇവർ കുറച്ച് മിടുക്കിയാണ്. അവർ SLCക്ക് നല്ല, ഞാനുമായി ആ സമയത്ത് ഗുസ്തി വെച്ചിട്ടുണ്ട്. അതെ. ഞാനും അവരെ എന്നെ തീർക്കും എന്നെ തകർക്കും എന്നൊക്കെ അന്ന് പറഞ്ഞാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എന്നോട് വലിയ സ്നേഹമായിരുന്നു. അത് ശരി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് കാലമായിട്ട് അവരുടെ ഇൻ്റർവ്യൂവിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കണ്ടീഷനുള്ളൂ, ഈ ഉമ്മൻചാണ്ടിക്കെതിരെയും അതുപോലെ പഴയ കോൺഗ്രസ്സുകാർക്കെതിരെ ഇനി ആരോപണമൊന്നും വേണ്ട, കഴിഞ്ഞു പോയി, അല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ ഒരു മിടുക്കിൽ വീണ് പോയതാകാം. അതെ, അതാണ് എനിക്ക് തോന്നുന്നത്, ആ മിടുക്കി വീണ് പോയതാ. പിന്നെ അവരൊക്കെ വിചാരിച്ച് കാണും ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ച് കാണും. അങ്ങനെയൊക്കെ അവർ കുറച്ചൊക്കെ അവരുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ട്. അതായത് പലരും ഇവരുടെ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോയി, മന്ത്രിമാർ തന്നെ. അത് പെട്ടുപോയതാ. അവരാരും വേറെ ദുരുദ്ദേശത്തോടെ പോയവരല്ല, എല്ലാവരും പെട്ടുപോയതാ. ഈ ഗണേഷ് കുമാറിന് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നാണ് അല്ലേ? അതെ, അത് CBI റിപ്പോർട്ടിൽ പോലും പറയുന്നുണ്ട്. എനിക്കൊന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി ഗണേശാന്നൊന്ന് പാർപ്പിച്ചത്. അതെ, ഞാനന്ന് മനോജിനോട് സംസാരിച്ചത്, ഇവിടെ ശരണ്യ മനോജ്. അതെ. ഈ ഗണേഷ് തന്നെയാന്ന് തോന്നുന്നു കത്ത് പേജ് ആഡ് ചെയ്ത് കൊടുത്തതൊക്കെ. ഗണേശാണെന്ന് ആരോപണമുണ്ട്, പക്ഷേ തെളിയിക്കപ്പെടേണ്ട കാര്യം അത്. പക്ഷേ ആ കത്ത് വന്ന സാഹചര്യം 4 കത്താണ് ഇവരെഴുതിയത്. ആദ്യത്തെ കത്ത് പിന്നെ ജയിലിലിരുന്ന് എഴുതിയ കത്ത്. ആ കത്ത് 21 പേജുള്ള കത്തായിരുന്നു. രണ്ടാമത്തെ കത്ത് ഇവർ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കിയ കത്ത്. കാരണം എറണാകുളം മജിസ്ട്രേറ്റ് കോടതി നിന്ന് ആവശ്യപ്പെട്ടനുസരിച്ചാണ് ഇവർ കത്ത് തയ്യാറാക്കുന്നത് തന്നെ. ആ കത്തിന് 4 പേജേ ഉള്ളൂ. അതിലാർക്കും എതിരായിട്ടൊരു അഴിമതി ആരോപണമില്ല. ഇതാണ് രണ്ടാമത്തെ കത്ത്. ഇതാണ് ആദ്യം
പുറത്തു വരുന്ന കത്ത്. അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ കത്ത് ഇവരൊരു പത്രസമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടുന്നൊരു കത്ത്. ആ കത്തിന് അവർ തന്നെ പറഞ്ഞത് 30 പേജുണ്ടെന്ന്. ആ 30 പേജുള്ള ആ കത്തിനകത്ത് ചില ഭാഗങ്ങളൊക്കെ അന്ന് ഉയർത്തിക്കാട്ടിയതിനകത്ത് ഈ പിന്നെ ക്യാമറ ഫോട്ടോഗ്രാഫർമാർ സൂം ചെയ്തെടുത്ത് അന്ന് കാണിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലത്തെ കത്താണ് ഈ 24 പേജുള്ള കത്ത്. ഈ കത്തിൽ മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ പേരുള്ളത്. ഈ ഉമ്മൻചാണ്ടിയുടെ പേരുള്ള കത്ത് മാത്രമാണ് കമ്മീഷൻ സ്വീകരിച്ചത്. ബാക്കി കത്തുകളെക്കുറിച്ചൊന്നും കമ്മീഷൻ അന്വേഷിച്ചിട്ടേ ഇല്ല. പിന്നെ ഈ 4 കത്ത് ഇവരുടെ ഹാൻഡ് റൈറ്റിങ്ങിലാണ്, 4 കത്ത് ഇവരെഴുതിയതാണ്. എങ്കിൽ പിന്നെ ഈ ഒരു കത്ത് മാത്രം ഈ അന്വേഷണ കമ്മീഷൻ സ്വീകരിച്ചത്. അതിനൊരു കമ്മീഷനാണ് മറുപടി പറയേണ്ടത്. അതെല്ലാം പോട്ടെ, ഈ കത്ത് എഴുതിയത് ആരാണ്? ആരോപണ വിധേയ സ്ത്രീയാണ്. അതിലെന്ത് വാല്യൂ ഉള്ളത്? അങ്ങനെ പോലും നമ്മൾ ആരും ചിന്തിച്ചില്ല. ആ സമയത്ത് അവർ പറയുന്ന അത് പ്രസ്താവന, അവർ നടത്തുന്ന പ്രസ്താവന. അത് മാത്രമല്ല, ഇതിനകത്ത് ആരും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. ഒരാൾ ഒരു കത്തെഴുതുന്നു, ആ കത്തെഴുതി കഴിഞ്ഞിട്ട് ആ കത്ത് അവർ തിരുത്തി വേറൊരു കത്തെഴുതുന്നു. ഇങ്ങനെ കത്തെഴുതി ഓരോരോ കത്തെഴുതി വെച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ കത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവർക്ക് ഈ ആരോപണം പറഞ്ഞാൽ പോരെ. അതിനകത്ത് വ്യക്തമാവുന്ന ഒരു സംഗതി, കത്തെഴുതി മാറി മാറി കത്തെഴുതിയതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ബ്ലാക്ക് മെയിലിംഗാണ്. ആ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയാണ് ഈ സ്ത്രീ ശ്രമിച്ചതെന്നുള്ള കാര്യം എന്തുകൊണ്ട് കമ്മീഷൻ കാണാതെ പോയി? ഇത് ഒറ്റ ചോദ്യമാണ്, ആ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൽ എന്ത് വലിയൊരു അനീതിയാണ് ഒരു കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളോട്. എല്ലാം പെട്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ കാണും, ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ ശൈലി ഇഷ്ടപ്പെടാത്തവർ കാണും, ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ധാരാളം കേരളത്തിലുണ്ട്. പക്ഷേ കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ, ഇത്രയും കാലം 50 വർഷം കേരളത്തിൻ്റെ MLA ആയിരുന്ന ഒരാൾ, ആ മനുഷ്യനോട് കാണിച്ചത് അനീതിയാണ് എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കറിയാം. പക്ഷേ ആ അനീതി കാണിച്ചവർക്കെതിരെ ഒന്നുമില്ല, ഒരു നടപടിയില്ല. അല്ല, ഇത് പൊക്കി പിടിച്ചുകൊണ്ടാണ് ഈ CPM അധികാരത്തിൽ വന്നതും പിന്നീട് ഇതുവരെ നടന്നതും. ഈ CBI കളയുന്നത് വരെ നടന്നതും ഇത് പൊക്കി പിടിച്ചുകൊണ്ടാണ്. അതാണ് അവരുടെ ധാർമ്മികത. ഇതൊക്കെ വലിയ ആഘോഷിച്ച് നമ്മളെല്ലാം ഉത്തരവാദികളാണ്. ഞാൻ പിന്നെ ആലോചിക്കുന്നത്, ഈ മനോരമ ഉമ്മൻചാണ്ടിയുടെ ഇത്ര ബന്ധമുണ്ട്, അങ്ങേക്ക് ഉമ്മൻചാണ്ടി, പക്ഷെ മനോരമയ്ക്ക് പോലും അത് അങ്ങനെയല്ല എന്നൊരു ശക്തമായ സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞില്ല. അല്ല, അത് ഒരു പത്രപ്രവർത്തകനായ ഷാജന് മനസ്സിലാക്കുന്നൊരു കാര്യമുള്ളൂ. ഒരു സംഭവം ഉണ്ടാകുമ്പോഴേ ആ സംഭവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, ആരും ദൈവങ്ങളൊന്നും അല്ലല്ലോ. നമുക്കിപ്പോൾ ഇന്നാണ് സംഭവിച്ചില്ല എന്ന് പറയാൻ നമ്മുടെ തെളിവ് വല്ലതും ഉണ്ടോ? മനസ്സിലായി. ഞാൻ പോലും ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 1 വർഷമായിട്ടിരുന്ന് പഠിച്ചിട്ടാണ് ഇത്രയുമൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടായത്. അതുവരെ എനിക്കും അത്ര കൃത്യമായിട്ട് എനിക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഉമ്മൻചാണ്ടി അത് ചെയ്യാൻ സാധ്യതയില്ല. അതെനിക്കൊരു 10-30 വർഷമായിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയായിട്ടുള്ള പരിചയത്തിൽ നമുക്കൊരു ബോധ്യമുണ്ടല്ലോ. ചില ആളുകളെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട്. ഇപ്പോൾ ഇന്ന ആളുകൾ അഴിമതി ചെയ്യില്ല, ഇന്ന ആളുകൾ ചെയ്യും. അത് നമ്മളുടെ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ബോധ്യമാണ്, നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് അല്ലെ വ്യക്തി 72ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നൊരു അടിസ്ഥാനം ഉണ്ടാവാൻ സാധ്യമല്ല എന്ന് പറയാനല്ലാതെ ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല എന്ന് ഞാൻ എങ്ങനെ ഒരു പത്രത്തിൽ എഴുതാൻ പറ്റും? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിനെക്കുറിച്ചാവില്ലേ ആരോപണം? അത് ശരിയാ, സംരക്ഷണം തന്നെ അത് വലിയൊരു പരിമിതി തന്നെയാണ്, ഒരു വിഷയം ഉണ്ടാവും. പിന്നെ വേറെ സംഗതി, ഇപ്പം മനോരമ പത്രമൊന്നും അങ്ങനെ ഉമ്മൻചാണ്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള വാർത്തകളൊന്നും ചോദിച്ചിട്ട് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു പോകും, എല്ലാ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത് പോയതേ ഉള്ളൂ. പിന്നെ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൽ ചാനലുകളൊക്കെ എല്ലാ വാർത്തയും കൊടുക്കും. അതുകൊണ്ട് ചാനലുകൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഉള്ള മത്സരം. പിന്നെ അതൊരു ഡിസിഷനാണ്. ഇപ്പം ഞങ്ങൾ ചിലപ്പം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഒരു പീഡന കേസ് വന്നു, ഒരമ്മ കടക്കാവൂര്. അപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ എല്ലായിടത്തും വന്നു, ഞങ്ങളുടെയും ഡെസ്കിൽ കയറി. ഞാൻ പിറ്റേ ദിവസം രാവിലെ വാർത്ത കണ്ടപ്പോൾ ഞാൻ പിൻവലിപ്പിച്ചു. അതിനൊരു ലോജിക്ക് ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു അമ്മ കുഞ്ഞിനെ പീഡിപ്പിക്കണമെങ്കിൽ അവർ മയക്കുമരുന്നിന് അടിമയായിരിക്കണം, അല്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കത്തില്ല. ഇവൻ സെക്ഷുവൽ പെർവേർട്ട് ആണെങ്കിൽ പോലും അപ്പൻ പെൺമക്കളെ പീഡിപ്പിച്ചു തരാം, പക്ഷെ അമ്മമാരെ ആ പിള്ളേരെ. ഞാൻ ആ സംഭവം ഓർക്കുന്നുണ്ട്. ഞാൻ അന്ന് ചിന്തിച്ച് മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഷാജിയുടെ ആ സമയത്താണ് ഞാൻ പറയുന്നത്. അതായത് ഒരു വലിയ റിസ്ക് എടുത്തു. കാരണം ബാക്കി എല്ലാവരും ആ ഭർത്താവിൻ്റെ കൂടെ നിന്ന ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുത്തു. ആ സ്ത്രീ ആ തെറ്റുകാരിയല്ല, ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തു. ഇത് പൊളിഞ്ഞു പോയെങ്കിൽ എന്ത് വലിയ ഡാമേജ് വരും ഞാൻ ചിന്തിച്ച, സത്യം പറഞ്ഞാൽ. പക്ഷേ യു ആർ പ്രൂവ്ഡ് റൈറ്റ്. അല്ല, അത് ഞാൻ ആ ഒരു ലോജിക്ക് ഉപയോഗിച്ചു. പിന്നെ ഞാൻ ചെയ്ത അപ്പം തന്നെ ഞാൻ അതിന് പുറകെ പോയി. അപ്പം ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ഹോംവർക്ക് ചെയ്യുകയും അവിടെ ചില അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കുകയും ചെയ്തു. അപ്പം എനിക്ക് കൃത്യം എവിഡൻസ് കിട്ടിയില്ലെങ്കിലും എൻ്റെ ചിന്ത ശരിയാണെന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാണ്. വലിയ റിസ്ക് തന്നെയായിരുന്നു. പിന്നീട് ഹൈക്കോടതി പോലും എനിക്കും എൻ്റെ ഉള്ളിൽ തോന്നി, ഒരു അമ്മയും ഇവർ ഈ പറയുന്ന തരത്തിലൊരു അമ്മ പ്രവർത്തിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അത് നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടി, ആ സ്ത്രീക്ക് വേണ്ടി അപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്നൊരു വലിയ. പിന്നെ ഞാൻ ഇൻഡിവിജ്വൽ ഡിസിഷൻ എടുക്കാം, അങ്ങനെ പ്രശ്നം കൊണ്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാം.
അതുപോലെ മുതുകാടിൻ്റെ കാര്യം വന്നപ്പോഴും ഞാൻ അങ്ങനെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തത്. പലരും എനിക്ക് വേണ്ടപ്പെട്ട പലരും പറഞ്ഞത് അങ്ങനല്ല. അത് എനിക്ക് അത് പക്ഷെ അങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കാര്യം ചോദിച്ചിട്ട് ഈ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലുണ്ടായ ഒരു അന്തരീക്ഷം എന്നതായിരുന്നു? അങ്ങ് കുടുംബമായിട്ടൊരു ബന്ധമുള്ള നിലയിൽ ചോദിച്ചാൽ ഈ പ്രശ്നകാലത്ത് കുടുംബം വളരെ, പ്രത്യേകിച്ച് പുള്ളിയുടെ ഭാര്യയൊക്കെ വളരെ വളരെ മാനസികമായിട്ട് തകർന്ന നിലയിലായിരുന്നു. ഞാൻ ഏറ്റവും ഓർക്കുന്ന ഒരു സംഭവം, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പിണറായി വിജയനെയും പ്രഖ്യാപനം നടത്തും, അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ബലാത്സംഗ കേസിലെ പ്രതിയാക്കി കേസെടുക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച ആ ദിവസം അതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. അന്ന് രാത്രി ഞാൻ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പം വീട്ടിൽ പോയത് അദ്ദേഹത്തെ കാണാനും ആശ്വസിപ്പിക്കാനൊന്നുമല്ല, പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് എന്നുള്ള ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി രാത്രിയിൽ. അപ്പോൾ അദ്ദേഹം എത്തിയിട്ടില്ല. അന്നേരം അദ്ദേഹം എറണാകുളത്താണ്. ഇപ്പോൾ ടി വിയിലിങ്ങനെ പിന്നെ ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളനം എയർപോർട്ടിൽ വന്നിട്ട് പുള്ളി തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി അവിടെ വെച്ച് പറയുന്നുണ്ട്, ഇതിനകത്ത് ഒരു സത്യവും ഇല്ല, നിങ്ങൾ എന്ത് എഴുതിയാലും നിങ്ങൾക്ക് തിരുത്തേണ്ടി വരും എന്ന് പുള്ളി അവിടെ വെച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ തന്നെ ഇരുന്ന് പുള്ളിയെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നു. രാത്രിയിലൊരു 10-10:30 ആയപ്പോഴത്തേക്ക് പുള്ളി വീട്ടിൽ കയറി വരുന്നത്. ആ വരുന്ന സമയത്ത് പുള്ളി കയറി വരുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലൂടെ ചിന്തിച്ചത്, ഇത്രയും കാലം കേരളത്തിൽ ഏതെല്ലാം എത്ര കാലം MLA ആയിരുന്നു, ഇത്രയും കാലം മന്ത്രിയായിരുന്നു, കേരളത്തിന് മുഖ്യമന്ത്രിയായി 2 തവണ ഇരുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു ആരോപണവും ചുമന്നുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്നതിൻ്റെ ഒരു അവസ്ഥ, ആ കുടുംബാംഗങ്ങളുടെ ഒരു വേദന, ഈ മനുഷ്യൻ ഇത് അർഹിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം എൻ്റെ മനസ്സിൽ കൂടെ പോയി. പക്ഷേ പുള്ളി വളരെ കാമായിരുന്നു. പുള്ളി വന്നിട്ട് അതിനോട് വിശേഷം എന്ന് ചോദിച്ചിട്ട് അവിടെ ഇരുന്നു. ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഈ എന്തുകൊണ്ടാണ് പിന്നെ സോളാർ കമ്മീഷൻ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അന്ന് പുള്ളി പറഞ്ഞത്, അത് ഭരണം മാറിയപ്പോൾ തൊട്ട് കമ്മീഷൻ്റെ നിലപാടിൽ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ പുള്ളി അന്ന് പറഞ്ഞു, പിന്നെ പിന്നീടും പുള്ളി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഒരാളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയനായിപ്പോയി. ഞാനങ്ങനെ സാധാരണ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയനാകുന്ന വ്യക്തിയല്ല, പക്ഷേ ഒരാളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയനായി എന്ന് മാത്രം പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താണ്, ആരാണെന്ന് ചോദിച്ചാൽ പുള്ളി എന്നോട് പറഞ്ഞില്ലെന്ന്. പിന്നീട് അതാരാണെന്നുള്ളത് വ്യക്തമായി. നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് അന്നേരം പറഞ്ഞാൽ മതി എന്നാണോ? അത് പുസ്തകത്തിലുണ്ട്. ഗണേശനായിരിക്കും. ഗണേശനല്ല, ഗണേശനാണെന്ന് ഞാനും കരുതിയത്. അത് ഈ കഥാനായിക തന്നെയാണ്. അതെ. അതിൻ്റെ സംഭവം ഇപ്പോൾ ഏതായാലും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഈ ഉമ്മൻചാണ്ടി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ബിജു രാധാകൃഷ്ണനുമായിട്ട് കണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അതാണല്ലോ ഏറ്റവും വലിയൊരു വിവാദം ഉണ്ടായത്. അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞത്, ഈ മന്ത്രിസഭയിലെ ഒരു അംഗവുമായിട്ട് അടുപ്പമുണ്ട്, അത് മുഖ്യമന്ത്രി ഇടപെട്ട് അത് തടയണം, ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് പറയുന്നു എന്താ പറഞ്ഞു പുള്ളി പരാതിയായിട്ട് പറഞ്ഞു. അപ്പം പുള്ളി അവിടെ ഓഫീസിലുള്ള സ്റ്റാഫ് വഴി, കാരണം 2 തവണ സെമിനാറുടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു തവണ ഈ പിന്നെ പുള്ളിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെക്ക് കൊടുക്കാൻ വേണ്ടി ചെന്നു, ഒരു തവണ പ്രോജക്റ്റ് കൊടുക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഈ പേര് പറഞ്ഞപ്പം പുള്ളിക്ക് ഓർമ്മ വന്നിട്ടായിരിക്കണം പുള്ളി അവരെ ഒന്ന് വിളിച്ചു തരാൻ പറഞ്ഞ് അങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പം ഇവർ ഭീഷണിപ്പെടുത്തി, ആ കാര്യം ചോദിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് മറ്റേ പറഞ്ഞു. ഇതിനോട് പുള്ളി വളരെ അടുപ്പമുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവമാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു ബ്ലാക്ക് മെയിലിങ്. അതുകൊണ്ടുകൂടിയാണ് പുള്ളി ഇത് പുറത്തു പറയാതിരുന്നതെന്ന് കരുതുന്നത്. കാരണം മറുവശത്ത് ഇത് പുറത്തു പറഞ്ഞാൽ കുടുംബങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം, മന്ത്രിസഭയെ തന്നെ ബാധിക്കുന്നത്, അതിനെല്ലാം ഉപരി ഈ ഒരു ബ്ലാക്ക് മെയിലിംഗ് കൂടെ അതിനകത്ത് നടന്നു എന്നാണ് പുള്ളി അവിടെ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം അപ്പം വീട്ടിലെ അവസ്ഥ, വീട്ടുകാരാകെ ഇതായിരുന്നു, അവർക്ക് വല്ല സംശയം തോന്നിയോ? വീട്ടുകാർക്ക് പിന്നെ സംശയം, അവർക്കുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അവർക്കറിയാമല്ലോ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഇങ്ങനൊരു ഉണ്ടാവില്ല എന്നുള്ള അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു ഇത് അവർക്കറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് അവർക്കത് മനസ്സിലായില്ല. ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ, CPM ആണോ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്താണെന്നുള്ളതൊന്നും മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അറിയാമല്ലോ ഇവളുടെ ഭാര്യ വളരെ വിശ്വാസിയായതുകൊണ്ട് നിരന്തരം ഈ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ ആണ് അവരിതിൻ്റെ എല്ലാം പിന്നെ വിഷമങ്ങൾ ഇറക്കി വെച്ചത്.
മകനെതിരെ ചാണ്ടിയുമ്മനെതിരെ വന്ന ആരോപണം ഉണ്ടായി. ചാണ്ടിയുമ്മനെതിരെ ആരോപണങ്ങൾ വന്നു. ചാണ്ടിയുമ്മനെതിരെ ആരോപണങ്ങൾ വന്നെങ്കിലും ഒറ്റ ആരോപണം പോലും തെളിഞ്ഞില്ല. അയാളുടെ വിവാഹം ഒക്കെ നടക്കാൻ പോയതൊക്കെ ഇതിൻ്റെ പേരിലായിരുന്നു ആ സമയത്ത് അല്ലേ? അങ്ങനെയാണ് കേട്ടത്. അറിയത്തില്ല. അല്ല, പക്ഷേ പിന്നീട് പിന്നെ ഉമ്മൻചാണ്ടി കുടുംബമായിട്ടുള്ള ബന്ധം എന്ന് ആരംഭിക്കുന്ന അങ്ങേക്ക്? അതെ, എനിക്ക് തിരുവനന്തപുരത്ത് വന്ന ശേഷമാണ്. കാരണം ഞാൻ അങ്ങനെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിലൊന്നും ഉണ്ടായിരുന്ന ആളല്ലാഞ്ഞതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കോട്ടയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പ്രസംഗിക്കാൻ വന്നാൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പേഴ്സണൽ ബന്ധമൊന്നുമില്ല. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞ് ഞാൻ അന്ന് UDF കൺവീനറാണ് പുള്ളി. അപ്പം ഓരോ വാർത്തയുടെ പത്രസമ്മേളനങ്ങൾക്കും അതിനൊക്കെ ആയിട്ട് പോയി പരിചയപ്പെട്ട് പിന്നെ ആ അടുപ്പം കൂടി വന്ന് ഒരു കെമിസ്ട്രി അങ്ങ് രൂപപ്പെട്ടു വന്നതാണ്. എല്ലാ കാര്യങ്ങളും തന്നെ ഏകദേശം ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളർന്നിരുന്നു? അങ്ങനെയൊന്നുമില്ല, എല്ലാ കാര്യമൊന്നും ചർച്ച ചെയ്യാറില്ല. പക്ഷേ പുള്ളി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ചിലപ്പോഴൊക്കെ പോയിട്ട് ഞങ്ങൾ ഇരുന്ന് ഒരു അവലോകനം നടത്താറുണ്ടായിരുന്നു. അതൊരു പേഴ്സണലായിട്ടുള്ള ഒരു സംഗതിയാണ്. പല കാര്യങ്ങളിലും ഞാൻ പലപ്പോഴും പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഓഫീസിൻ്റെ പോക്ക് ശരിയല്ല. ചിലപ്പോഴൊക്കെ ഞാനും നമ്മുടെ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു വിജയരാഘവൻ, ഞങ്ങൾ ഒന്നിച്ച് പോയിരുന്നു സംസാരിക്കാം. ടെക്നോ പാർക്ക് വിജയരാഘവൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്നു പറയുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ ഈ ഓഫീസിൻ്റെ ഒരു പ്രവർത്തന ശൈലി ശരിയല്ല, അവിടെ എല്ലാവരും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെയാണ്. എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടൊക്കെ ശരിയാണ്, എല്ലാവരും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഒരു ഡിസിപ്ലിന് കുറവുണ്ട് എന്നെനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ പുള്ളി മീറ്റിംഗ് പോലും വിളിച്ച് കൂട്ടാറില്ലായിരുന്നു. ആഴ്ച ഒരിക്കൽ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടണമെന്നൊക്കെ ഞങ്ങളല്ല പലരും, ഞങ്ങൾ മാത്രമല്ല പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാനും നടപ്പാക്കാനും പുള്ളിക്ക് പറ്റിയിട്ടില്ല. അത് പുള്ളിയുടെ ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയൊരു നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണം എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ മെച്ചമായി എന്താ അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ഒത്തിരി മെച്ചങ്ങളുണ്ട്. ഒന്ന്, ഒരു കാര്യം പുള്ളിയോട് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യം പുള്ളി ഓർത്തിരിക്കും. അത് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് കുറേ നാൾക്ക് ശേഷം പോയി കണ്ടാൽ പോലും പുള്ളി ഉടനെ കാണുമ്പോഴേ പുള്ളി ആ വിഷയത്തെക്കുറിച്ച് പറയും. സാധാരണമായ ഗ്രാസ്പിംഗ് പവർ. ഒരു 10 പേര് നിൽക്കുന്നതിനിടയ്ക്ക് നമ്മളൊരു കാര്യം പറഞ്ഞാലും ആ പറയുന്ന കാര്യം പുള്ളി നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യും. രണ്ടാമത് ഇത് ഒരു കാര്യം പറഞ്ഞാൽ നടത്തിയെടുക്കുന്നതിനുള്ള പുള്ളിയുടെ ഒരു മനസ്സ്. മൂന്നാമത് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്കറിയാമല്ലോ, നമ്മളുടെ അടുത്ത് ഒരാൾ 10 പേര് വന്നൊരു കാര്യം പറഞ്ഞ് നമ്മൾ മടുത്തു പോകും. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഭരണപരമായ തിരക്കിനിടയ്ക്കും ആളുകൾ വന്ന് എന്തെങ്കിലുമൊക്കെ പരാതികളും സങ്കടങ്ങളും ആവലാതികളും ഈ നിവേദനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നാലും അതെല്ലാം ക്ഷമയോടെ കേട്ട് ഇരിക്കുന്നൊരു മനുഷ്യൻ. ഒരു സംഭവം ഞാൻ പറഞ്ഞോട്ടെ. ഒരു ദിവസം ഞാൻ മുഖ്യമന്ത്രിയെ എന്തോ ഒരു കാര്യത്തിന്, ഞങ്ങളുടെ മനോരമയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഉള്ള സമയം ചോദിക്കാൻ വേണ്ടി പോയതാണ്. വൈകുന്നേരം 5 മണിയായി. ഞാനവിടെ ചെല്ലുമ്പം പുറത്ത് നിറയെ ആളാണ്, മുഖ്യമന്ത്രി ഓഫീസിലാണ്. അപ്പം ഞാൻ സൈഡ് ഡോറിൽ കൂടെ അകത്ത് കയറി പുള്ളിയോട് എനിക്കും അടുത്തെല്ലാം പറ്റുന്നില്ല, തിരക്കുമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ തന്നെ എപ്പോഴും ആളാണ്. അപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫ് പുള്ളി ഒരു ഫംഗ്ഷൻ കൊണ്ടുപോകാൻ വേണ്ടി തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ പുള്ളി അവിടെ നിവേദകരെ കാണാൻ തൊട്ട് പോകത്തുമില്ല. അപ്പോൾ ഇവർ പറയുന്നു സമയമായി, 5 മണിയായി, 5 മണിക്ക് ഫംഗ്ഷൻ തുടങ്ങുന്നതാണ്, ഇപ്പോൾ തന്നെ 5:15 5:30 എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ പുള്ളി അവർ പറയുന്നൊന്നും കേൾക്കാതെ പോയി നിവേദകരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഇതിങ്ങനെ മേടിച്ച് അവരെ സംസാരിച്ച് എനിക്കൊന്നൊരു 10-20 മിനിറ്റ് കൂടെ പുള്ളി അവരുടെ കൂടെ നടന്ന് അപ്പുറത്തെ ഡോർ വഴി പുള്ളി ഇറങ്ങി വന്നു. അപ്പം ഞാനത് കഴിഞ്ഞ് ഒന്നിച്ച് ഞങ്ങൾ ലിഫ്റ്റ് താഴോട്ട് പോയി. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഈ പൊതുപരിപാടികൾക്കൊക്കെ പോകുമ്പോൾ സമയക്ലിപ്ത പാലിച്ചില്ലേ, മോശമല്ലേ, ഇപ്പം തന്നെ ഇത്രയും ലേറ്റായി. പുള്ളി എന്നോട് പറഞ്ഞ മറുപടിയാണ് രസം. പുള്ളി പറഞ്ഞു, ഇപ്പോൾ ജോണ്ട് അറിയാം, ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ പല സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്നവരാണ്. ഞാൻ എൻ്റെ മീറ്റിംഗ് നീണ്ടുപോയത് കാരണം എനിക്കവരെ ഞാൻ 3 മണി തൊട്ട് കാണേണ്ടത്, എനിക്കവരെ കാണാൻ പറ്റിയില്ല. അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നം നീറുന്ന പ്രശ്നങ്ങളാണ്. അത് കേൾക്കാതെ ഞാൻ പോയാൽ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമവും അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഒരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരമായത്. ഒരുപക്ഷെ ഞാൻ സമ്മേളനത്തിന് ഒരു 1/2 മണിക്കൂർ ലേറ്റായിട്ട് ചെല്ലുന്ന അത് തെറ്റായിരിക്കാം, പക്ഷേ അതിനേക്കാളും വലിയ തെറ്റാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ലേറ്റാവുന്നത് എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരെയും കാണാറില്ലെന്ന് ഓർക്കണം. ഞാൻ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ 8 വർഷത്തിനുണ്ട് ഒരു തവണ കയറിയിട്ടുള്ളൂ. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഞങ്ങളുടെ ഒരു ട്രസ്റ്റുണ്ട്. ഞങ്ങൾ ഏതാണ്ട് 80 ലക്ഷം രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കൊടുക്കാൻ പോയി. ആ ചെക്കൊന്ന് കൈമാറാൻ വേണ്ടി ആ മുഖ്യമന്ത്രി ഓഫീസിൻ്റെ പുറത്ത് ഒരു കസേരയിൽ 3 മണിക്കൂർ ഇരിക്കേണ്ടി വന്നു. എന്നിട്ട് പെട്ടെന്ന് 5-6 പേര് ഇതുപോലെ ചെക്ക് കൊടുക്കാൻ വന്നിരിക്കട്ടെ, പെട്ടെന്ന് നമുക്കൊന്ന് മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കാൻ പോയിട്ട് മുഖ്യമന്ത്രി ചിരിച്ച് കാണിക്കാൻ പോലും കിട്ടിയില്ല. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു.
അവിടുന്ന് ചെക്ക് കൊടുത്തു പോയി. അപ്പോഴത്തേക്ക് നമ്മളെ തള്ളിവിട്ടു. അത് 85 ലക്ഷം രൂപ കഷ്ടപ്പെട്ട് ശേഖരിച്ച് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ട് അനുഭവമാണ്. ആലോചിച്ച് നോക്കിയേ. അസംഭവം ഉമ്മൻചാണ്ടിയെ കാണാൻ ഞാൻ പോയപ്പോഴും ഓർക്കുന്നുണ്ട്. ചെറിയ കാര്യത്തിന് വേണ്ടി പി ടി ചാക്കോയെ ഇവിടെ പറഞ്ഞു ഈ അകത്തെ ആൾത്തിരക്കുണ്ട്, പക്ഷെ ഇതിൻ്റെ ഇടയിലും നിന്നോണ്ട് എല്ലാവരും കേൾക്കും. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേട്ടു. അപ്പം തന്നെ ചാക്കോ തന്നെ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് ചാക്കോ അപ്പം തന്നെ ഡിസ്പോസലാണ്. ഇത് ചാക്കോ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞേ നമുക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല സ്വന്തമായി. ഇത് പിണറായി ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പം വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എനിക്ക്. വളരെ ഫ്രീ ആയിരുന്നു. AK സെന്ററിൽ ചെന്നാൽ അദ്ദേഹത്തിന്റെ ചുറ്റിനും ആരും ഉണ്ടാകത്തില്ലായിരുന്നു. നമ്മളവിടെ ചെന്നാൽ മതിയായിരുന്നു. ഞാനും പാർട്ടി സെക്രട്ടറി ആയിരുന്നു, പോയി കണ്ടിട്ടുള്ളൂ. വളരെ ദീർഘമായിട്ട് സംസാരിക്കുമായിരുന്നു. എന്നോട് എത്രയോ നേരം UK ബെർമിംഗ്ഹാമിൽ മകൻ പഠിച്ച കഥയടക്കം സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. എത്രയോ നേരം. അദ്ദേഹമാണ് മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ഞാനായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു സംഗതിയെ എനിക്കൊന്ന് പിണറായി വിജയന് ഒരു തോന്നലുണ്ടായിക്കാണ്. ഉമ്മൻചാണ്ടി എല്ലാം ഓപ്പൺ അപ്പ് ചെയ്ത് വളരെ തുറന്നിട്ടത് കൊണ്ടാണ് പുള്ളിക്ക് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ ഞാനെല്ലാം ക്ലോസ്ഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും സേഫ് എന്ന് പുള്ളി കരുതി. പക്ഷേ പുള്ളിയുടെ കണക്കുകൂടി തെറ്റിപ്പോയി. ക്ലോസ് ആയിട്ട് വെച്ചപ്പോഴത്തേക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം ഒന്നും പുറത്തോട്ട് വരാതിരുന്നുകൊണ്ട് വന്നപ്പോൾ ഒരു തെറ്റിദ്ധരി പോലെ ആയിപ്പോയി. നമ്മൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഉമ്മൻചാണ്ടി മാത്രമാണ്. ഒരു കാര്യം കൂടെ, ഈ അദ്ദേഹത്തിന് ചികിത്സയായി ബന്ധപ്പെട്ട് കുറേ വിവാദമൊക്കെ ഉണ്ടായിട്ടില്ല. അതൊക്കെ എല്ലാം കുടുംബം ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ വളരെ സങ്കടമായിപ്പോയി. എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഉത്തമ ബോധ്യമുള്ള ചില കാര്യങ്ങളായിരുന്നു ഞാൻ അന്ന് കൊടുത്തത്. അത് കഴിഞ്ഞു. ഇലക്ഷൻ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ കട്ടയ്ക്ക് ഈ ചാണ്ടി ഉമ്മനൊപ്പം നിന്നു. അപ്പം ഞാൻ ഓർത്ത് തീർന്നു. കാരണം നമുക്കൊക്കെ നമ്മുടെ തീർന്ന അവസാനം ചെയ്യും. ആ മനുഷ്യൻ അന്ന് കേസ് കൊടുത്തൊക്കെ പറഞ്ഞ് കേസൊന്നും കൊടുത്തില്ല. ഈ അടുത്ത കാലത്ത് എവിടെയോ ഒരു വാർത്ത കണ്ടതിന് പേര് എനിക്കെതിരെ അയാൾ പത്രസമ്മേളനം നടത്തി. പിണറായിക്കെതിരെ പരാതിയില്ല, മറ്റേ ഏഷ്യാനെറ്റിൻ്റെ പരാതിയില്ല, ആ വിവാദ സ്ത്രീക്കെതിരെ പരാതിയില്ല, പരാതി എനിക്കെതിരെ മാത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ ഉമ്മൻചാണ്ടിയുടെ ഗുണങ്ങളൊന്നും. ഞാൻ അങ്ങ് കുടുംബമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ചോദിച്ചു എന്താണ് അങ്ങേക്ക് ഇതേക്കുറിച്ചൊക്കെ പറയാൻ വല്ലതും ഉണ്ടോ? സാജിൻ്റെ അറ്റാക്ക് വെച്ചിട്ട് കടുത്ത അറ്റാക്കായിരുന്നു ആ സമയത്ത്, ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ അതിനകത്ത് പറയാം. ഒരു സംഗതി മാത്രം പറയാം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്നുള്ളത് ഞാനും ആലോചിച്ചിട്ടുണ്ട്. അപ്പം ഈ അവരുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം യുക്തിസഹമായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അവർ 100% ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുക, 100% ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു ഭാര്യയോ ഒരു മകനോ ഒക്കെ സ്വന്തം ഭർത്താവിനും അപ്പനും വേണ്ടിയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ചിന്തിച്ചവരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. തീരുമാനങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കലും ആദ്യമായിട്ട് പുള്ളിക്ക് ഈ തൊണ്ടയിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോഴേ പുള്ളി പോയി കണ്ടെത്തി ഇവിടുത്തെ ഒരു പ്രമുഖ ENT സ്പെഷ്യലിസ്റ്റിനെ. അദ്ദേഹത്തിന് എനിക്ക് പരിചയം അടുപ്പമുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ചെറിയ പ്രശ്നമാണ്, ഇത് സർജറി ചെയ്ത് നിൽക്കുന്നതാണ് നല്ലത്, ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പറഞ്ഞു സർജറി ചെയ്താൽ ചില ശബ്ദം നഷ്ടപ്പെടുമെന്നുള്ള ഭയങ്കരമായ ഭയം അത് ഉമ്മൻചാണ്ടിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർ ആയുർവേദ ഹോമിയോ ചികിത്സയൊക്കെ ചെയ്തു, പ്രാർത്ഥന ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇതേ ENT സ്പെഷ്യലിസ്റ്റ്, ഇത് പറയുന്നത് 100% സത്യസന്ധമാണെങ്കിൽ ബോധ്യമുള്ള കാര്യമാണ്, ചെല്ലുമ്പം പിന്നെ ഗ്രോത്ത് മാറി അതവിടെ ഇല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതെന്തെങ്കിലും ഇല്ല വന്നത് എങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞല്ലോ സർജറി ചെയ്ത് മാറ്റണമെന്ന്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് മറുപടിയില്ല. ചിലപ്പോൾ ആയുർവേദ ചികിത്സ ഉണ്ടായിരിക്കാം, ഹോമിയോ ചികിത്സ ഉണ്ടായിരിക്കാം, പ്രാർത്ഥന ഉണ്ടായിരിക്കാം, ഏതായാലും ഇല്ലായിരുന്നുള്ള സത്യമാണ്. പുള്ളി എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ വേറെ ഒരിടത്തോട് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. വേറെ ഒരിടത്ത് പോയി ടെസ്റ്റ് ചെയ്തു, അപ്പോഴും അതില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കൊരു വിശ്വാസം വന്നില്ലേ ഇതിലൂടെ അത് പരിഹരിക്കപ്പെടുമെന്ന്. ആ വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോയി. പിന്നീടുള്ള ഒരു 1-2 വർഷത്തേക്ക് കാര്യമായി ചികിത്സയൊന്നും നടന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഈ ശബ്ദം വന്നും പോയി ഒക്കെ ഇരുന്നിട്ടുണ്ടാകും. അതിനുശേഷം പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഇതായത്. അപ്പോൾ ആ ഒരു വിശ്വാസവും ത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ആയുർവേദത്തിനും ഹോമിയോയ്ക്കൊന്നും എതിരില്ല ഞാൻ. എല്ലാ ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതെ, ഞാനും അതെ. പക്ഷേ ആയുർവേദം എന്ന പേരിൽ എവിടെന്നെങ്കിലുമൊക്കെ വരുന്നവരെ പിടിച്ച് വീട്ടിൽ കയറ്റുക. അപ്പോൾ എനിക്കറിയാം കണ്ണൂർ ജില്ലയിൽ നിന്നൊരു കക്ഷി വന്ന് അവിടെ കാണിച്ച അഭ്യാസമൊക്കെ എനിക്കറിയാം. അങ്ങേര് വൈദ്യനേ അല്ല, എനിക്കറിയാം, എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ ഇങ്ങേരി അടുത്ത കാലത്ത് കുറേ ഔഷധ ഉദ്യാനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങേരി ഈ പരിപാടിയുടെ നടക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളെ പിടിച്ചു വെക്കുക, പിന്നെ വേറെ പല സ്ഥലത്ത് നാട്ടുവൈദ്യന്മാർ ചിലരെ കൊണ്ട് വെക്കുക, ഒപ്പം പ്രാർത്ഥനാ ചികിത്സ നടത്തുക. ഇതൊക്കെയാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു അവസ്ഥ. ഇത് തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഉമ്മൻചാണ്ടി ഇഷ്ടമുള്ളത് കൊണ്ടാണ്.
പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കൈവിട്ടുപോയി. എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ സന്തോഷമുണ്ട്. താങ്ക് യു.